ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ബൈബിളിന്റെ ആകെക്കുടി ഒറ്റ തുക ചോദിച്ചാൽ ഞാൻ പറയും മത്തായി 18:14. കാണാപ്പാടം പറയാൻ പറ്റുമോ? ബൈബിള് തുറക്കരുത്. മത്തായി, ഈ ബൈബിളിന്റെ, അതായത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഈ ബൈബിളിന്റെ ആകെ തുക എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മത്തായി 18:14. 18 അതുപോലെ ഈ ചെറിയവൻ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് പറ ഉറക്കെ പറ. അല്ല, അക്ഷരം തെറ്റിയാൽ വചനം തെറ്റും. പറഞ്ഞ പൂർത്തീകരിക്കണം. എന്താ പിതാവ് അനുവദിക്കുന്നതല്ല, ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചാൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ്. അപ്പൊ നമ്മൾ എത്ര പേര് നശിച്ചു പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്? ഇന്ന് ഞാൻ ട്രെയിനിൽ വന്നപ്പോ ഒരു സംഭവം പറയാം കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ഞാൻ ഇന്ന് ബൈബിൾ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നോക്കാനായിട്ട് ആത്മാവൊരു പ്രേരണ വരിക. അപ്പൊ ഞാൻ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയിരിക്കുക. പെട്ടെന്നൊരു ആത്മാവൊരു പ്രേരണ, ഇടതുവശത്തേക്ക് ഒന്ന് നോക്കടാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ ഒരു ചേച്ചി ഫോണില് മറ്റാരുടെയോ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. ഞാനിങ്ങനെ ആ ചേച്ചി കിട്ടുന്ന തുറിച്ചു നോക്കി. ഈ തുറിച്ചു നോക്കിട്ടോന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായല്ലോ? നിങ്ങൾ നോക്കിയിട്ടുള്ളവർക്കറിയാം. തുറിച്ചു നോക്കി. അപ്പൊ ആ ചേച്ചിക്ക് എന്തോ ഒരു ചെറിയ ഒരു ഗുഡൻസ് പിടികിട്ടി. ചേച്ചി എന്ത് ചെയ്തു? ഇരുന്ന പാട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഞാൻ ഇരിക്കുന്ന ടെറിട്ടറി, അതായത് ആ സ്ഥലം, അവിടെ അശുദ്ധിക്ക് സ്ഥാനമില്ല. മനസ്സിലായോ? ഇതാണ് അരൂപി. എന്റെ ശുശ്രൂഷ മേഖലകളിൽ, ഞാൻ കടന്നു പോകുന്ന വഴികളിൽ എന്റെ കർത്താവിനും എനിക്കും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി കടന്നു വരാൻ ഞാൻ അനുവദിക്കത്തില്ല. ഉണ്ടോ? ഞാൻ എന്റെ കർത്താവിനെ കുറിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ചേച്ചി വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു? എന്നോട് പറഞ്ഞു, നോക്കാൻ പറഞ്ഞു. നോക്കി, സൂക്ഷിച്ചു നോക്കി. പ്രാർത്ഥിച്ചോ? കണ്ടോ? ഒരു ചില നോട്ടം മതി കേട്ടോ. ചില നോട്ടം മതി ചിലര് മാനസാന്തരപ്പെടാൻ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുകയാണ്, 2000 വർഷം പഴക്കമുള്ള ഈ സഭയിൽ എത്രയോ വചനപ്രഘോഷകര് ആ നാള് മുതൽ ഈ നാള് വരെ വചനം പറഞ്ഞിട്ടും നമ്മൾ മാനസാന്തരപ്പെട്ടോ? പെട്ടിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആത്മവഞ്ചകരാണ്. അല്ലേ? നെഞ്ചി കൈവച്ച് പറയാൻ പറ്റുമോ ഞാൻ എന്റെ കർത്താവിന്റെ വചനം അനുസരിച്ചാ ജീവിക്കണമെന്ന്? പറയാൻ പറ്റുമോ? പക്ഷെ കുഞ്ഞുശം പറയും 2012 മുതല് ഔദ്യോഗികമായിട്ട് ശുശ്രൂഷ മണ്ഡലത്തിലേക്ക് കയറി അന്ന് മുതല് എന്റെ കർത്താവ് എന്റെ വചനവും അനുസരിച്ചാണ് എന്റെ ജീവിതം. ഹല്ലേലൂയ. ഒരു വചനം കേട്ട് മാനസാന്തരപ്പെട്ടവനാ ഞാൻ. വചനപ്രഘോഷണ വേളയിൽ പോയിട്ടല്ല, വചനപ്രഘോഷണ വേളയിൽ പോയല്ല ഞാൻ മാനസാന്തരപ്പെട്ടത്. വചനം പറയുന്നതിന്റെ 3.5 കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്ന എന്നോട് അവിടെ വെച്ചിരിക്കുന്ന മൈക്കിലൂടെ ഒരു വചനം വരികയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. ഹല്ലേലൂയ. ഈ വചനം എന്നോട് പറഞ്ഞു. അവിടെ വചനം പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാ? 10,000-കണക്കിന് ആൾക്കാര് കൺവെൻഷൻ സെന്ററിൽ ഇരുന്ന് വചനം കേൾക്കുന്നവരോടാണ് ആ വചനം പ്രഘോഷിക്കപ്പെട്ടത്. പക്ഷേ ആ വചനം മാംസം ധരിച്ചത് എന്റെ ജീവിതത്തിലാണ്. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എന്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, ഇന്ന പോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്.
ഈ ഉറക്കം നഷ്ടപ്പെട്ട് ഭ്രാന്തനെ പോലെ ഞാൻ എൻ്റെ വീട്ടിൽ നടക്കണത് എൻ്റെ ഭാര്യയെ കാണുകയാണ്. അപ്പൊ അവക്ക് മനസ്സിലായി എന്തോ ഒരു പെശക എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യം അന്വേഷിച്ചു. ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു. പ്രഭാതത്തിൽ വികാരി അച്ഛനെ ചെന്ന് കണ്ട് അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അതിനൊരു മാർഗമുണ്ട്, സാരയില്ല, അതിനൊക്കെ മാർഗമുണ്ട്. അങ്ങനെ അന്ന് സ്നേഹ ബഹുമാനപ്പെട്ട സേവർ ഖാൻ വട്ടായലച്ഛൻ അഭിഷേകാഗ്നി ശുശ്രൂഷയുമായിട്ട് എൻ്റെ ഇടവകയിൽ വന്നിരിക്കുക. ഞാനെവിടെയാ? ഇടവകയിലില്ല. ഞാനെവിടെയാ? ഞാൻ ഇടവകയിലില്ല. പക്ഷെ എന്നെ കാണാനായിട്ട് വട്ടായലച്ഛനെ കർത്താവ് അവിടെ അയച്ചിരിക്കുക. ഹാലേലുയാ! കൈ ഉയർത്തി പറഞ്ഞ ഹാലേലുയാ! എന്റെ ഇടവകയില് 860 കുടുംബങ്ങളുണ്ട്. ആ 860 കുടുംബങ്ങളെ മാനസാന്തരപ്പെടുത്താനല്ല എന്റെ കർത്താവ് അന്ന് അവിടെ വന്നത്, എന്നെ മാനസാന്തരപ്പെടുത്താനാണ്. കാരണം എന്റെ കർത്താവിനറിയാം ഇവര് മാനസാന്തരപ്പെടുത്തുന്നേക്കാൾ നല്ലത് ഇവൻ ഒരാള് മാനസാന്തരപ്പെട്ടാൽ മതി. ഹാലേലുയാ! അന്ന് മുതലേ എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് രാജമൃതരോട് പറഞ്ഞു ഞാൻ ആരായിരുന്നു എന്തൊക്കെ. കുറച്ച് എന്നോട് ചില കുശലാന്വേഷിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആരായിരുന്നു എന്തായിരുന്നൊക്കെ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സഭയ്ക്ക് കർത്താവിന്റെ സുവിശേഷം പറയാൻ ഒരാളെ വേണമെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും തല്ലിപ്പൊളിയനെയാണ് ഈശോയ്ക്ക് ആവശ്യം. ഒരുമിച്ച് പറഞ്ഞേ ഹാലേലുയാ! ക്വാളിറ്റി ക്വാണ്ടിറ്റി ഉദ്യോഗസ്ഥം വിദ്യാഭ്യാസം ഒന്നും വേണ്ട. പ്രസംഗിക്കാനുള്ള ഒരു കഴിവ് മാത്രം മതി എന്റെ കർത്താവിനെ പ്രഘോഷിക്കാനെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഹാലേലുയാ! അങ്ങനെയാണ് ഞാനിവിടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കണം. മനസ്സിലായോ? അപ്പൊ എന്റെ സാക്ഷിയൊക്കെ കേൾക്കണമെങ്കിൽ എന്റെ ധ്യാനം കൂടിയാലേ കേൾക്കാൻ പറ്റും. IMS ധ്യാന കേന്ദ്രത്തിലുണ്ട് കേട്ടോ. എല്ലാ മാസത്തിന്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവിലെ വൈകിട്ട് ആരംഭിച്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് തീരും. ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്നൊക്കെ ധാരാളം പേര് ധ്യാനം കൂടുന്നുണ്ട്. കൂടാതെ യൂട്യൂബിൽ എന്നോട് മധ്യസ്ഥ പ്രാർത്ഥന ചോദിക്കണം 100 കണക്കിന് ആൾക്കാരാണ്. താബോർ റൂഹ മിനിസ്ട്രീസിന്റെ യൂട്യൂബ് ചാനൽ അടിച്ചു കൊടുത്താൽ കിട്ടും. ഡെയിലി ടോക്കായിട്ട് വരും. 100 കണക്കിന് ആൾക്കാരാണ് മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചു വരുന്നത്. ഹല്ലേലൂയ! അപ്പൊ ഞാനിതൊക്കെ പറഞ്ഞത് കർത്താവിന് നമ്മെക്കുറിച്ച് എന്തുണ്ട്? വിചാരമുണ്ട്. ആരെക്കുറിച്ച്? എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ചല്ല. നിങ്ങൾക്ക് സന്തോഷമാണോ? ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ആണോ? അപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. ഒരു വചനം തരുന്ന ഇതാണ്. നമുക്ക് 4 കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിൽ 1-ാമത്തെ കാര്യം, നമ്മളെല്ലാവരും എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാ? നമ്മളെല്ലാവരും എന്തിനു വേണ്ടിയാണ് വിളിക്കപ്പെട്ടത്? പറയാവോ? കല്യാണം കഴിച്ച് 4-5 മക്കളെയൊക്കെ പ്രസവിച്ച് അതാണോ? ആണോ? കുറച്ചുപേര് കന്യാസ്ത്രീയായി, കുറച്ചുപേര് വൈദികരായി, കുറച്ചുപേര് ഏകസ്ഥരായി, അതാണോ? പിന്നെ എന്തിനാ വിളിച്ചത്? സോഷ്യൽ മീഡിയയിൽ പ്രസംഗിക്കാനാ? ഈശോയ്ക്ക് നന്ദി, അതും നന്ദി. ആണോ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ ഒരു വചനം കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു. എന്താണ് അരുളി ചെയ്തത്? കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു, നിന്റെ പിതൃഭവനത്തെയും കുടുംബത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകുക. ഏതാ കാണിച്ചു തരുന്ന ദേശം? അബ്രഹാം പോയ ദേശത്തിന്റെ പേരേതാ? കാനാൻ ദേശം. അപ്പൊ നിങ്ങൾ ഇന്ന് ഏത് ദേശത്തേക്കാ വന്നിരിക്കണേ? ഗാഗുൽത്ത അല്ലേ? കർത്താവ് നിങ്ങളോട് പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ വിട്ട് മറ്റെല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. അല്ലേ? നിങ്ങൾ അങ്ങനെ വന്നവരല്ലേ? ആണോ? ഉറക്കെ പറ. അങ്ങനെ വന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ വിളി എന്താ? ദൈവത്തിന്റെ വിളിയാ. ദൈവത്തിന്റെ വിളിയാണ് നമ്മളെ, അല്ലേ? ദൈവത്തിന്റെ വിളിയാ നമ്മളെല്ലാരും ഇവിടെ വന്നേക്കണത്. പക്ഷെ ദൈവം നമ്മളോടുള്ള വിളി എന്താ? ക്രിസ്തുവിനെ പ്രഘോഷിക്കണോ?
പ്രഘോഷിക്കണോ? പറ, പ്രഘോഷിക്കണോ? എത്ര പേരോട് നിങ്ങൾ പറഞ്ഞു ക്രിസ്തുവിനെ കുറിച്ച്? നിങ്ങളുടെ അയൽവക്കത്ത് കിടക്കുന്ന ആന്റണി ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടോ ക്രിസ്തുവിനെ? അറിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ തലയാട്ടിയാലേ അവൻ വീണ്ടും വരും. എപ്പോഴാ? ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ 9-ാം അധ്യായം 27-28 വചനം പറയുകയാണ്, ക്രിസ്തു വീണ്ടും വരും. അത് വെറുതെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വരുന്നതല്ല. തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ആർക്ക് വേണ്ടിട്ടാ? തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിട്ടാ. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടാണോ ഈശോ വരുന്നത്? ആണോ? ഈശോ വരുമ്പോ ഈശോയുടെ കൂടെ പോണോന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്കേ. കണ്ട, കുറച്ചു പേർക്ക് ഇവിടെ ഇരിക്കാൻ തന്നെയാണ് ആഗ്രഹം. കുറച്ചു പേർക്ക് എന്തോ കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട് ഇവിടെ, അല്ലേ? ഉണ്ടോ? എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്റെ ആത്മാവിൽ, എന്റെ അറിവിന്റെ എന്തിൽ ഞാൻ പറയാണ് കേട്ടോ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ അത്രയും നല്ല സുഖം അവിടെയാ. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എന്തായിരിക്കും? പാപത്തിൽ വീണോ? വല്ല പ്രശ്നമൊന്നുമല്ല. നീ പാപത്തിൽ വീണാണോ? മറ്റുള്ളവർക്ക് നമ്മളൊരു പേടി സ്വപ്നമായിട്ട് മാറും, അല്ലേ? അല്ലേ? ഞാൻ ഒരു നിറഞ്ഞ മനസ്സുള്ള ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ആയിട്ടൊക്കെ കുടുംബമായിട്ട് ജീവിക്കണവരാണല്ലോ, അല്ലാത്തവരും ഉണ്ടായിരിക്കാം, അല്ലേ? ഈ കല്യാണം കഴിച്ച് വന്ന ആ പുതുമോടി ഉണ്ടല്ലോ, പുതുമോടി, ആ സ്നേഹം ഉണ്ടോ ഇപ്പൊ നിങ്ങൾക്ക്? ഉറക്കെ പറ ചേച്ചി, സത്യം പറഞ്ഞു. ആ ചേച്ചി സത്യം പറഞ്ഞു. ആ ചേച്ചി എന്തായാലും ഒരു കാര്യം സത്യം പറഞ്ഞു. എന്ത്? ഇല്ല. ഉണ്ടോ? എന്തുകൊണ്ടാ നഷ്ടപ്പെട്ടത്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്ക് കേട്ട്. ഞാനിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടയ്ക്ക് എനിക്ക് ഒരു ജോലി ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് ഞാൻ കയറും. അപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഞാനൊരു ടോക്ക് കേട്ടു. അപ്പൊ ആ ടോക്കിൽ ആ ചേച്ചി പറഞ്ഞൊരു കാര്യം ഇതാണ്, എന്നെ ക്ലിക്ക് ചെയ്തത്. ആ ചേച്ചി പറയുകയാണ്, നിങ്ങൾ രാജ്ഞിയായിട്ട് ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ രാജാവിനെ ബഹുമാനിക്കണം. അപ്പൊ രാജാവാ ഭർത്താവല്ലേ? ആണോ? നെഞ്ചി കവിച്ച് പറയാൻ പറ്റുമോ എന്റെ ഭർത്താവിനെ ഞാൻ എന്റെ രാജാവിനെ പോലെ കാണണം? പറ്റുമോ? എന്നിട്ട് അവസാനം ആ ചേച്ചി ഒരു കാര്യം കൂട്ടിച്ചേർത്തു, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ അടിമയായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ ഭാര്യയാണ്? ബാക്കി പൂരിപ്പിച്ചേ. അടിമയുടെ ഭാര്യയായി, അല്ലേ? അപ്പൊ നമ്മുടെ വീട്ടിൽ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ഭർത്താവ് ഭർത്താവായിട്ടും ഭാര്യ ഭാര്യയായിട്ടും നിൽക്കണം. വേണോ? 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 അപ്പൊ അതാണ് കുടുംബ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ഈ നിമിഷങ്ങളിലൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഇനി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, മക്കൾക്ക് ഗൾഫിലേക്ക് പോകാനുള്ള വിസ കിട്ടണേ, മകന്റെ കല്യാണം നടക്കണമേ, അവന് 2 കുഞ്ഞുങ്ങൾ. ഇതൊന്നുമല്ല, എന്റെ ഭർത്താവുമൊത്ത് നല്ല ജീവിതം, ഞാൻ അന്ന് വന്നില്ലേ, ആ ജീവിതം നയിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണേന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതെ പോകുന്ന ഒന്നാമത്തെ പ്രശ്നമാണ് ഏത്? പരസ്പര ഐക്യം. ഏത് പോയി? സ്നേഹമുണ്ട്, അല്ലേ? സ്നേഹം സാമ്പാറിന്റെ പരുവത്തിലൊക്കെ വരും. പക്ഷെ എന്ത് നഷ്ടപ്പെട്ടു? ഇല്ലേ? പണ്ട് എന്റെ അപ്പനും അമ്മയ്ക്കും കൂടി ഞങ്ങൾ 6 മക്കളാ. ഒരാള് മരിച്ചുപോയി, എന്റെ മൂത്ത ആള് മരിച്ചുപോയി. ഒരു 1.5 വയസ്സ് 2 വയസ്സുള്ളപ്പോ മരിച്ചുപോയി എന്നാണ് അപ്പച്ചനൊക്കെ പറഞ്ഞു കേട്ടത്. അപ്പൊ ഞാനില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പേരുമായിട്ട് എനിക്കൊരു സാദൃശ്യം ഉള്ളതുകൊണ്ട് ഞാനും ആ പേരിൽ അങ്ങനെ പോവുക. ഹല്ലേലൂയ. അപ്പൊ എന്തായാലും അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ പിന്നീട് ഞങ്ങൾ 5 മക്കളാ, 3 ആണും 2 പെണ്ണും. ചേച്ചി അർത്തിങ്കേല്, ഇളയ പെങ്ങള് വേറെ അടുത്ത്, ഞങ്ങൾ 3 പേരും 3 സ്ഥലത്തൊക്കെ ആയിട്ട് ജീവിക്കുക. അപ്പൊ ഞാൻ പറയണത്, അന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഐക്യമുണ്ട്. എന്താണ് ഐക്യം? അപ്പൻ ഇപ്പുറത്ത് കിടക്കും, അമ്മ ഇവിടെ കിടക്കും, മക്കൾ 5 എവിടെ കിടക്കും? ഇതിന്റെ നടുവിലുണ്ടല്ലേ? അപ്പോൾ ഈ മക്കൾ ആരെങ്കിലും എണീറ്റ് പോയാൽ ആരറിയും? ഒന്നെങ്കിൽ അപ്പനറിയും, അല്ലെങ്കിൽ അമ്മ അറിയും, അല്ലേ?
ഇപ്പോ അറിയണുണ്ടോ? സത്യം പറയണം. ഞാൻ എപ്പോഴും ചോദിക്കും, സത്യം പറയണം. സത്യമായിട്ട് എന്നോട് നിങ്ങൾ മറുപടി പറയണം. ഇപ്പൊ അറിയുന്നുണ്ടോ? എന്താ കാര്യം? ഇപ്പോ ചില ക്ലോക്കില് ചില കിളികൾ വന്നതുപോലെയാണ്. ഒരു മുറി തുറന്ന് ഒരു ആൺപ്രാവ് വരും. ടേബിളിൽ ഒരു സാധനം ഇരിക്കുന്നു, കൊത്തിയെടുത്തു, നേരെ മുറിയിലേട്ട് പോയി. കുറച്ചു കഴിയുമ്പോൾ വേറൊരു ഡോർ തുറന്ന് ഒരു പെൺകിളി വരുന്നു. ഒരു സാധനം കൊത്തിയെടുക്കുന്നു, അവൾ മറ്റൊരു വഴിയിലൂടെ പോയി. അത് കഴിഞ്ഞപ്പോൾ നിരങ്ങിയും പരുവത്തിനുമായിട്ട് മറ്റൊരു കിളി വരുന്നു. അത് ചെയ്ത് മൂത്ത കിളിയാ. ആ കിളി വന്ന് അതിനും കിട്ടിയെടുത്തോണ്ട് പോയി. ഒരു കിളി മേശപ്പുറത്ത് ഒറ്റപ്പിരിക്കുക. അതേത് കിളിയാ? നിങ്ങൾക്ക് അനുഭവം ആയില്ലേ? നിങ്ങൾ 10 മിനിറ്റെങ്കിലും കുടുംബമായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കാൻ പറ്റണുണ്ടോ പ്രിയപ്പെട്ടവരെ? എല്ലാവർക്കും ജോലിയായില്ലേ? ഞാൻ എന്റെ ജോലി കളഞ്ഞു. ജോലി പോകണമെന്ന് ഈശോ പറഞ്ഞപ്പോ ജോലി കളഞ്ഞു. കാരണം സ്വസ്ഥമായിട്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. അപ്പൊ ജീവിക്കാനുള്ള മാർഗമൊക്കെ ദൈവം ഒരുമാതിരിയൊക്കെ കരുത്തലുണ്ട്. ഭാര്യയ്ക്ക് ഒരു ജോലി ഉള്ളതുകൊണ്ട് അവളുടെ ശമ്പളത്തിൽ അങ്ങനെ ജീവിച്ചു പോവുക. ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞ സന്തോഷം. ഞാൻ എന്റെ സുവിശേഷ വേലയിൽ ആദ്യം എന്റെ ജോലി കളയാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആദ്യം എന്റെ ഭാര്യയോട് ചോദിച്ചൊരു കാര്യം ഇതാണ്. പിന്നെ കർത്താവ് ഇങ്ങനെ ഒരു ഡിമാൻഡ് വെക്കുന്നുണ്ട്, ജോലിക്ക് പോകാതെ സുവിശേഷം പറയണമെന്നാ പറഞ്ഞേക്കണത്. അപ്പൊ എന്തായിരിക്കും നിന്റെ ഡിമാൻഡ്? അതൊരു ആശയക്കുഴപ്പമാ. അങ്ങനെ എന്തായാലും ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. ഞാൻ എന്റെ ജോലി കളഞ്ഞ് എന്റെ അമ്മ എന്നെ വിളിക്കാൻ തുടങ്ങി. അവൻ എന്തോ ഭ്രാന്തിന്റെ ഒരു ലക്ഷണമാണ്. കാരണം നല്ല സാലറിയുള്ള ജോലിയെ കളഞ്ഞ് നടക്കണതേ. അവന് ഭ്രാന്തായോ എന്നൊരു സംശയമുണ്ട്. ഇതമ്മ പറഞ്ഞ് എന്റെ ഭാര്യയുടേക്കും ഈ അരൂപി ചെന്ന് അവളും പറയാൻ തുടങ്ങി, ചേട്ടന് എന്തോ ഒരു, കാരണം സഖ്യഹൂസിനെ പോലെ ഈ വചനം കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ എപ്പോഴും എങ്ങോട്ട് ഓടിയ? ഇടവക പള്ളിയിലേക്ക് ഓടുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരരെ, ഈ അൾത്താരയിൽ അഭിമാനത്തോട് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ കോവിഡ് കാലഘട്ടം വന്ന് 1.5 വർഷത്തോളം 2 വർഷത്തോളം നമ്മളെല്ലാവരും വീടുകളിൽ അടച്ചിരുന്ന സമയത്തും കുഞ്ഞച്ചൻ എന്ന വ്യക്തിക്ക് പരിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ വികാരിയച്ഛൻ 5 പേർക്ക് ഓസ്തി ഇടുമെങ്കിൽ 5ാമത്തെ ഓസ്തി എന്റേതായിരുന്നു. അവസാനം കോവിഡ് എല്ലാം കഴിഞ്ഞ് പബ്ലിക്കായിട്ട് പരിശുദ്ധ കുർബാന എഴുന്നള്ളിക്കുന്ന സമയം വന്നപ്പോ എന്റെ വികാരിയച്ഛൻ ആദ്യം പറഞ്ഞത്, ഈ ഇടവകയെക്കുറിച്ച് എനിക്ക് അഭിമാനിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, അതെന്റെ പ്രിയപ്പെട്ട കുഞ്ഞച്ചൻ ബ്രദറിനെ ഓർത്താണ്. കാരണം ഈ കാലം അത്രയും കുർബാന മുടക്കിയിട്ടില്ല. ഹല്ലേലൂയ. മനസ്സിലായോ? അതിന് ഞാനെടുത്ത കുറച്ച് പണിയുണ്ട്. എന്താ പണിയെന്നറിയാവോ? എന്താ പണി? എന്റെ വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ പോലീസുകാരെയൊക്കെ നോക്കണം, അല്ലേ? പോലീസുകാരെയൊക്കെ നോക്കി വേണം എനിക്ക് വരാൻ. അപ്പൊ പോലീസുകാരെയൊക്കെ നോക്കി ഞാൻ വരുമ്പോ പോലീസുകാർ എന്നെ നോക്കി നടക്കുക. അതിന് ഞാൻ എന്ത് ചെയ്തു? തലയിൽ എണ്ണ ഇട്ടു. പുറകിൽ എന്റെ കായലാണ്. ഞാൻ കടലിന്റെ പശ്ചാത്തലത്തിൽ ജനിച്ചവനാണ്. മത്സ്യത്തൊഴിലാളിയാണ് കേട്ടോ. നല്ലൊരു മത്സ്യത്തൊഴിലാളിയാ. നല്ല മീനൊക്കെ പിടിക്കാൻ അറിയാവുന്ന ആളാ. എന്റെ അപ്പനും മത്സ്യത്തൊഴിലാളിയാ. മുക്കുവൻ എന്ന് പറയില്ലേ? അതുകൊണ്ട് അതിൽ നിന്നാണ് എന്നെ കർത്താവ് പിടിച്ചേക്കണം. അതുകൊണ്ട് എനിക്ക് ഈ പണി നന്നായിട്ട് അറിയാം. ഏത് പണി? പത്രോസിന്റെ പണി എനിക്കും അറിയാം. അത് പഠിച്ചപ്പോഴാണ് എന്നെ ഈശോ വിളിച്ച് പറഞ്ഞ് ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞു. അതിനേക്കാൾ നല്ല പണി തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ആ ജോലിയാണ് കളയിപ്പിച്ചത് കേട്ടോ. അപ്പൊ ഇതൊക്കെ പോയിട്ട്, അപ്പൊ എന്തായാലും എന്റെ വികാരച്ചൻ അന്ന് അഭിമാനത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കുർബാന മുടക്കിയില്ല. എന്തുകൊണ്ടാ? തലയിൽ എണ്ണയും ഇട്ട് പുഴയിലേക്ക് ചാടി, പുഴയിലൂടെ നീന്തി 3.5 കിലോമീറ്റർ കായലിലൂടെ നീന്തി ചെന്ന് എന്റെ ഇടവക വികാരച്ചന്റെ മേടയുടെ പുറകിലുള്ള പൈപ്പിൽ കുളിച്ച് പുതിയ ഡ്രസ്സ് ധരിച്ച് പള്ളി കയറി കുർബാന സ്വീകരിക്കും. ഹല്ലേലൂയ. മനസ്സിലായോ? ഇത് മുടക്കരുത്, കുർബാന മുടക്കരുത് കേട്ടോ. കുർബാന മുടക്കിയാൽ ഇന്ന് കിട്ടുന്ന ഈ അനുഭവം ഉണ്ടല്ലോ, നാളെ കിട്ടത്തില്ല. അപ്പൊ എന്ത് കഷ്ടപ്പെട്ടായാലും നിങ്ങൾ എന്തിനു പോകണം? കുർബാനക്ക് പോകണം. അപ്പൊ നമ്മ പറഞ്ഞു വന്ന അബ്രഹാത്തെ വിളിച്ചു, നീ എന്ത് വേണം? നീ എല്ലാം വിടാൻ പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ വിടാൻ പറ്റുമോ? നിങ്ങൾക്ക് യേശുവിനെ പ്രതി നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ എന്തെങ്കിലും പറ്റുമോ? പറ. നമുക്ക് വീടുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഇതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? നമ്മുടെ വിളി അതാണ് അല്ലെ? കുടുംബത്തിലേക്കുള്ള വിളിയാണ്. ആണോ? അല്ലേ? അപ്പൊ കുടുംബത്തിലേക്ക് ഈശോ വിളിച്ചവൻ തന്നെയല്ലേ നമ്മളോട് എന്ത് പറഞ്ഞിരിക്കണം? നിങ്ങൾ എന്നെ
പ്രഘോഷിക്കണം. പോകുന്നുണ്ടോ? 10 മിനിറ്റ് കിട്ടുമ്പോ എവിടെയെങ്കിലും നിങ്ങൾ പോയി ആരോടെങ്കിലും യേശുവിനെ അറിയാൻ പാടില്ലാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നുണ്ടോ? പൗലോസ് റോമ 15:20 പറയുന്ന പോലെ ആരെങ്കിലും പണിത അടിസ്ഥാനത്തിന്മേൽ ഞാൻ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് ഞാൻ പോയോ? നിങ്ങൾ ആരെങ്കിലും പോയോ? പോയില്ല. ഞാൻ ചോദിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ദർശനം എന്ന് പറഞ്ഞ പോലെ യേശുവിനെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരല്ലേ നമ്മളെല്ലാവരും? അത് പറയണോ? പറയണോ? എന്നാ ഈ 4 കാര്യങ്ങൾ. 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, അബ്രഹാത്തെ ദൈവം വിളിച്ചു. രണ്ടാമത് നമ്മൾ കാണുന്നുണ്ട്, മോശയെ ദൈവം വിളിച്ചു. ഇല്ലേ? ദൈവം വിളിച്ചപ്പോൾ എന്താ പറഞ്ഞത്? മോശ പറഞ്ഞൊരു മറുപടി എന്താണ്? ഞാനൊരു ആട്ടിടയനാ. അങ്ങനെയല്ലേ പറഞ്ഞത്? മോശ പറഞ്ഞു, ഞാൻ എന്റെ അമ്മായിയപ്പന്റെ കൂടെ ആരെ നോക്കിക്കൊണ്ടിരിക്കുക? ആടിനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കണേ, എന്നെ വിളിച്ച് ആണോ നീ വിടണത്? പക്ഷെ അപ്പൊ ഈശോ എന്ത് പറഞ്ഞു? നിന്റെ കൂടെ ഞാനുണ്ടായിരിക്കും. അപ്പൊ ഈശോ ഉണ്ടെന്നുള്ള ഉറപ്പായിരുന്നു മോശയുടേത്. ഇനി രണ്ടാമത്തത്, ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ഞാനിപ്പോ പറഞ്ഞു വരികയാണ്, ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്, നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കും, നമുക്ക് എന്ത് ചെയ്യണം? അതായത് ഈ ലോകത്തോട് എന്തെങ്കിലും നമുക്കൊരു കമ്മിറ്റ്മെന്റ് വന്നാൽ ആ സമയത്ത് നമ്മുടെ ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വചനം പറയുകയാണ്, 2 തിമോഥെസിന്റെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇവിടെ പറയുകയാണ്, എന്തെന്നാൽ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം തോമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി, ക്രിസ്തോസ് ഗസാലിയിലേക്കും തീത്തോസ് ദമാസ്കസിലും പോയി, ലൂക്ക മാത്രമേ ഇപ്പോൾ എന്റെ കൂടെയുള്ളൂ. ഈ ലോകത്തോടുള്ള ആർത്തി മൂലം, ഈ ലോകത്തിലായിരിക്കുമ്പോ നല്ല വീട്, നല്ല കാറ്, നല്ല വരുമാനം, നല്ല ജോലി, നല്ല സാമ്പത്തിക അഭിവൃദ്ധി, എല്ലാ കുടുംബാന്തരീക്ഷം, ഇതെല്ലാം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം മൂത്ത് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോണത്? പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഒരു വചനം കിടപ്പുണ്ട്. കർത്താവ് തരുന്ന ഒരു ബോധ്യമാണ്. പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായത്തില് നമ്മളൊരു വചനം കാണുന്നുണ്ട്. ഞാനത് എടുത്തോട്ടെ കേട്ടാ. പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായത്തില് നമ്മളൊരു വചനം കാണുന്നുണ്ട്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം, അതിലൊരു വചനം കാണുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലെ? അതായത് 11-ാമത്തെ വാക്യം നിങ്ങൾ ചേർത്ത്. 32-ാം അധ്യായം 11-ാമത്തെ വാക്യം. തക്ക സമയത്ത് പോകുക, അവസാനത്തതാകാൻ ആകരുത്. വേഗം വീട്ടിലേക്ക് പോകുക, തങ്ങി നിൽക്കരുത്. അവിടെ ചെന്ന് ഇഷ്ടാനുസരണം സന്തോഷിക്കുക. എന്തെന്നാൽ അഹങ്കാരപൂർവ്വമുള്ള സംസാരം പാപം ചെയ്യുന്നു. തന്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സൃഷ്ടാവിനെ ഈ കാര്യത്തിന് വേണ്ടി സ്തുതിക്കുക. ഹല്ലേലൂയ. വചനം പറയുകയാണ്, തക്ക സമയത്ത് പോകുക, അവസാനത്തവനാകരുത്, വേഗം വീട്ടിലേക്ക് പോകുക, തങ്ങി നിൽക്കരുത്. ഇത് ഞാൻ ഇവിടെ പറയുന്ന ആരോടാണെന്നറിയാവോ? പ്രിയപ്പെട്ട എന്റെ ചാട്ടന്മാരോടാണ്, എന്റെ അപ്പച്ചന്മാരോടാ പറയണത്. വീട്ടിൽ ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എവിടെയും കറങ്ങി നടക്കരുത്. ഒരു ധ്യാനം കൂടാൻ വന്നോ, ധ്യാനം കഴിഞ്ഞു, ബ്ലെസ്സിങ് മേടിച്ചു, തിരിച്ച് നേരെ പോയേക്കണം. കാണുന്നവരോട് വർത്തമാനം പറഞ്ഞു പോകരുത്. വീട്ടില് ഏതെങ്കിലും ഒരു ജോലിക്ക് പോയി, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോരണം. വചനം പറയാണ്, തക്ക സമയത്ത് പോകണം. എന്നിട്ട് ചെയ്യേണ്ടതാണ്, തക്ക സമയത്ത് വീട്ടിലേക്ക് പോകണം. അവസാനത്തെ ആളാകാൻ നിൽക്കരുതെന്ന് പറഞ്ഞതാണ്. കൂട്ടുകാരോട് മിണ്ടിയും സംസാരിച്ചും വർത്തമാനം പറഞ്ഞും നീ നിന്റെ സമയം കളയരുത്. കിട്ടുന്ന സമയം നീ വീട്ടിൽ ചെല്ലണം. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അവരോടൊത്ത് ഇഷ്ടാനുസരണം സംസാരിക്കണം. ആ പരിപാടി ഉണ്ടോ ഇപ്പൊ വീട്ടിൽ? ഉണ്ടോ? ഇഷ്ടാനുസരണ സംസാരം ഉണ്ടോ? ഉണ്ടോ? സംസാരിക്കാൻ നമുക്ക് എന്തില്ല? സമയമില്ല. സമയം ഉണ്ടായപ്പോൾ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സംസാരിച്ചുമില്ല. സമയം ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ? അപ്പൊ എന്തിനു വേണ്ടി ഓടി? അപ്പൊ ഒരു വീട് വേണ്ടി ഓടി, ഇല്ലേ? കാറിന് വേണ്ടി ഓടി, അല്ലേ? ഓടിയേ. ഇപ്പൊ എല്ലാം ആയപ്പോ എന്ത് പറ്റി? സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. എന്നിട്ട് ഇവിടെ വചനം പറയുകയാണ്, അവിടെ ചെന്ന് ഇഷ്ടാനുസരണം സന്തോഷിക്കുവിൻ, എന്നാൽ അഹങ്കാരപൂർവമായി സംസാരിക്കരുത്.
എന്താണ്? അഹങ്കാരപൂർവ്വം. എന്താണ് അഹങ്കാരപൂർവ്വം? ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്, ഇതെല്ലാം എന്റെ കഴിവാണ് എന്ന് നീ പറയരുത്. മനസ്സിലായോ? ചിലരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് സമ്പത്തും സ്ഥാനമാനങ്ങളും സാമ്പത്തികമായ നല്ലൊരു മേൽക്കൈമയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ പതുക്കെ പള്ളിയുടെ പുറകിലേക്ക് പോകും. പള്ളിയുടെ പുറകിലേക്ക്. പിന്നെ അകത്ത് കയറുന്ന ക്രിസ്ത്യാനിയല്ല. ബഹുമാനപ്പെട്ട പ്രശാന്ത് അച്ഛൻ സുവിശേഷത്തിൽ പറഞ്ഞ പോലെ അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യ, പുറത്തിരിക്കുന്ന ക്രിസ്ത്യാനിയാകുകയാണ് നമ്മൾ. പിന്നെ കാരണം സമൂഹത്തിൽ ഇച്ചിരി സ്ഥാനമായല്ലോ, മക്കളൊക്കെ വിദേശത്തൊക്കെ പോയി നല്ല ജോലിയൊക്കെ ആയി നല്ല വരുമാനമായി ജീവിക്കാൻ ചുറ്റുപാടായപ്പോ പിന്നെ എന്ത് പറ്റി? അതിനകത്തായിട്ട് കയറാൻ പറ്റിയല്ല. പിന്നെ എവിടെ നിൽക്കണം? പുറത്തു നിൽക്കണം, ഇല്ലേ? എന്നിട്ട് ഇവിടെ വചനം അവസാനം പറയുകയാണ്, തന്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവിനെ ഓർത്ത് നീ സ്തുതിക്കണം. ഇതെല്ലാം ദൈവം നിനക്ക് ദാനമായി നൽകിയതാണെന്നുള്ള ഓർമ്മ ഓർത്ത് നീ നിന്റെ ദൈവത്തെ സ്തുതിക്കണം. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരം വീശി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്കില്ലാതെ പോകുന്ന ഒരു കാര്യം ഇതാ. ഇവിടെ കുടുംബം ഐശ്വര്യപ്പെടണമെങ്കിൽ, കുടുംബം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് കിട്ടുന്ന സമയം കുടുംബ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് നന്ദി പറയണം. കുടുംബ പ്രാർത്ഥന മുടക്കരുത്. ഒരു ദിവസം ഉദാഹരണം ഞാനൊരു കാര്യം പറയാം. ഇവിടെ ബലി അർപ്പിക്കണമെങ്കിൽ ആര് വേണം? പറ, ഉറക്കെ പറ. അച്ഛൻ വേണം, വേണ്ടേ? ജപമാല ചൊല്ലാൻ അച്ഛൻ വേണോ? വേണോ? ഈ ജപമാലയിൽ എന്തൊക്കെ രഹസ്യമാണ് പറയണത്? അത് തന്നെയല്ലേ കുർബാനയിലും പറയണത്? ആണോ? അപ്പൊ ഒരു കുർബാനയുടെ അനുഭവം നിങ്ങളുടെ വീട്ടിൽ കിട്ടിയേലേ? ഉറക്കെ പറ. കിട്ടില്ലേ? അപ്പൊ ജപമാല ചൊല്ലിയാലും എന്ത് കിട്ടും? ഒരു കുർബാന അനുഭവം. കുർബാനയല്ല, കുർബാന അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുമോ? അതിനെന്ത് ചെയ്യണം? കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. വേണ്ടേ? വേണ്ടേ? ഇപ്പൊ നമുക്ക് സഭ എല്ലാം നിങ്ങളെ പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ജപമാല ചൊല്ലണതും മാതാവിനെ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിനായിട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മുടക്കരുത്, കുടുംബ പ്രാർത്ഥന. എന്ന് കുടുംബത്തിൽ മുടക്കുവോ അന്ന് നമ്മുടെ കുടുംബത്തിന്റെ തകർച്ചയെന്ന് തുടങ്ങും. ചില സ്ഥലങ്ങള് അനുഗ്രഹമില്ലാത്ത സ്ഥലങ്ങളാണ്, ചില വ്യക്തികള് അനുഗ്രഹമില്ലാത്ത വ്യക്തികളാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? 2 മക്കാർ പുസ്തകത്തില് നമ്മൾ വചനം വായിക്കുന്ന പോലെ ദൈവം തെരഞ്ഞെടുത്ത സ്ഥലമാണിത്. ജനത്തിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത സ്ഥലം. അപ്പൊ ആ സ്ഥലത്ത് ഒരുമിച്ച് വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളുടെ കൂടെ അനേകരുടെ പ്രാർത്ഥനയുണ്ട്. നീ കൈ ഉയർത്തുമ്പോ നിന്റെ കൈയോട് ചേർന്ന് ഇടത് കൈയിൽ വലത് കൈയിലും നിന്റെ സഹോദരന്റെ കൈയും ചേർന്നിട്ടുണ്ട്. 10,000-കണക്കിന് ആത്മാക്കളുടെ പ്രാർത്ഥന ഈ വചന കൂടാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നിന്റെ ആവശ്യങ്ങള് നടക്കും. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമ്മൾ മറ്റൊരു വചനം കാണുന്നതാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ 9-ാം അധ്യായത്തിൽ 39-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 39 പറയാണ്, യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. വചനം പറയാണ്, യേശു പറഞ്ഞു. ലൂക്കായല്ല പറഞ്ഞത്, മത്തായി അല്ല പറഞ്ഞത്. യേശു പറഞ്ഞു, കാഴ്ച ഉള്ളവർ അന്ധരായി പോകും. എന്തിന്റെ അന്ധതയാ? വിശ്വാസത്തിന്റെ അന്ധത, ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ അന്ധത.
നമ്മൾ കുറെ പ്രാർത്ഥിച്ചു, നമ്മൾ കുറെ നേടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ മുമ്പിൽ വിധിയാളനായി നിൽക്കുന്ന ഈശോയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോ ഈ പറഞ്ഞ സാഹചര്യങ്ങളോ, ഈ പറഞ്ഞ കൂട്ടുകാരോ, ഈ പറഞ്ഞ ബന്ധുക്കളോ നമുക്ക് കൂടെ ഉണ്ടാകുകയില്ല. അവിടെ ഞാനും നിന്റെ കർത്താവുമാണ് ഉള്ളതെന്നുള്ള ഓർമ്മ ഇപ്പോൾ ഈ നിമിഷം ഉണ്ടാകണം. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജീവിതാന്തത്തെ ഓർത്ത് പ്രഭാഷകൻ പറയുന്ന പോലെ ജീവിതാന്തം ഓർത്തെങ്കിലും നിന്റെ സൃഷ്ടാവിനെ നീ സ്തുതിക്കുക. മരണമെന്ന നിത്യസത്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് തിരിച്ചറിയുക. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മുടെ ധ്യാനം നടക്കുന്ന സമയത്തെ ഒരു ചേച്ചി പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, ആർക്കൊക്കെ സ്വർഗത്തിലേക്ക് പോകണമെന്ന് ചോദിച്ചു. അപ്പൊ കുറച്ചു പേരൊക്കെ സ്വർഗത്തിലേക്ക് പോകാൻ കൈ പൊക്കി. അപ്പൊ ചിലര് കൈ പൊക്കണില്ല. കൈ പൊക്കാഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ കൈ പൊക്കാത്ത? അവർക്ക് സ്വർഗത്തിൽ പോകുന്നുള്ള ഉറപ്പില്ല. അവർക്ക് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ എല്ലാരും സ്വർഗത്തിൽ പോകുവോ? എല്ലാരും സ്വർഗത്തിൽ പോകുമെന്ന് കൈ പൊക്കിക്കേ. എല്ലാരും സ്വർഗത്തിൽ പോകും. കാരണം ഇവിടെയും പൊക്കിയല്ല. നമുക്ക് ഉറപ്പില്ലെന്നേ. നമ്മൾ ഇച്ചിരി മുമ്പ് ഇവിടെ പരിശുദ്ധ കുർബാന ഇത് കഴിഞ്ഞാണല്ലേ? അപ്പൊ കുർബാന സ്വീകരിക്കുവേ അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-54 എന്താ പറയണത്? എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും അവസാന ദിവസം ഞാൻ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ ഇതുവരെ എന്താ ഭക്ഷിച്ചത്? ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കണം കേട്ടോ. ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കണം. ഇത് വളരെ വലിയ ദൂത. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തത് എന്നിലും ഞാൻ അവനിലുമാണ്. ഉണ്ടോ? ഹല്ലേലൂയ. വീണ്ടും വചനം പറയാണ്, ലോകത്തോടോ ലോകത്തിലുള്ള വസ്തുക്കളോടോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവന് പിതാവിന്റെ സ്നേഹമില്ല. യേശുവിന്റെ സ്നേഹമില്ലെന്നല്ല അവിടെ പറഞ്ഞേക്കണത്, പിതാവിന്റെ സ്നേഹം ഇല്ല. അപ്പൊ ചോദിക്കും, യേശു പിതാവും രണ്ടാണ്? അല്ല, ഒന്നാണ്. പക്ഷെ കാലഘട്ടത്തിലേക്ക് വരണം. യേശു എന്താണ് ഇത് പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. അതാണ് ഈ വിഷയം പറയണത്. ആരെങ്കിലും, ഇന്ന ആളെന്ന് പറഞ്ഞിട്ടില്ല, ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ. അപ്പൊ നമ്മൾ ഈ ലോകത്തിലാണ്. നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. നമുക്ക് കുറെ കാര്യങ്ങൾ നേടിയെടുക്കണം. അതൊക്കെ നല്ല കാര്യമാണ്. ഒന്നും വേണ്ട, നല്ല കുഞ്ച ബ്രദർ പറയണത്. പക്ഷേ ഇതിനുപരി നിന്റെ സൃഷ്ടാവായ, നിന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് നിന്നെ അയച്ച നിന്റെ ദൈവത്തെ നീ മറന്ന് നീ ജീവിക്കരുത്. അങ്ങനെ ജീവിച്ചവനാ ഞാൻ. ലോകത്തോടുള്ള സ്നേഹത്തിൽ ജീവിച്ചവനാ. വലിയൊരു പ്രസ്ഥാനത്തിൽ ജീവിച്ചവനാ. ഒരുപാട് സ്ഥാനമാനങ്ങളിലൂടെ കടന്നു വന്നവനാ. ആ എന്നെ കർത്താവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരുറപ്പുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും തല്ലുകൊള്ളീനെ മാത്രമേ ഈശോയ്ക്ക് ആവശ്യമുള്ളൂ. ഹല്ലേലൂയ. ഏറ്റവും മണ്ടനായവനെയാണ് കർത്താവിന് ആവശ്യം. അല്ലേ? അല്ലേ? ബുദ്ധിമാന്മാരെയൊന്നും ഈശോയ്ക്ക് വേണ്ട. ക്വാളിറ്റിയും വേണ്ട, ക്വാണ്ടിറ്റിയും വേണ്ട. 7-ാം ക്ലാസ്സിൽ 7 വർഷം തോറ്റവനെയാണ് ഈശോയ്ക്ക് ആവശ്യം. പക്ഷെ ഞാനിപ്പോ 8 ഭാഷ സംസാരിക്കും കേട്ടോ. ഹല്ലേലൂയ. എന്റെ ക്വാളിറ്റി ഏതാ? മനസ്സിലായോ? എന്റെ ക്വാളിറ്റി ഏതാ? എന്റെ പേരല്ലാണ്ട് വേറൊരാളുടെ പേര് ഞാൻ എഴുതിയല്ല. അതാണ് എന്റെ ക്വാളിറ്റി. മനസ്സിലായോ? പക്ഷെ ഞാനിപ്പോ 7 ഭാഷ 8 ഭാഷ പറ. അതെവിടുന്ന് കിട്ടി? ഭാഷ പഠിക്കാൻ ക്ലാസ്സിൽ പോണോ? വേണോ? ഭാഷ പഠിക്കാൻ ക്ലാസ്സിൽ പോകേണ്ട കാര്യമില്ല. ഇപ്പൊ ജർമ്മൻ പഠിക്കാനൊക്കെ ക്ലാസ് ഒക്കെ ഉണ്ട്. ഞാനൊക്കെ ജർമ്മൻ പഠിക്കുന്ന ക്ലാസ്സിലല്ല. മനസ്സിലായോ? ഇതിനകത്തുണ്ട്. ഏതിനകത്താ? വചനത്തിലുണ്ട്. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തേത് വിശ്വാസത്തിൽ നിലനിൽക്കണം. ഒന്ന് ഞാൻ പറഞ്ഞ വിളിയെക്കുറിച്ച് ഓർക്കണം. 2 ലോകത്തോടുള്ള സ്നേഹം ഓർക്കണം. 3 നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കണം. എന്താണ്? എന്റെ ഈ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ഭാരമേൽ ഭവനം പണിത വിവേകമതിയ മനുഷ്യനാണ്. കണ്ടോ? എന്റെ ഈ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത ആരാണ്? ആരാ? അവന്റെ പേരെന്താ?
വിവേകമതിയായ മനുഷ്യൻ. പക്ഷെ ഇത് കേട്ടിട്ട് വീട്ടിൽ പോയി ഇച്ചിരി കഴിയുമ്പോൾ തൊഴിലുറപ്പിലേക്ക് പോവുകയും വേറെ എന്തെങ്കിലും പ്രശ്നം കടന്നു വരികയും ചെയ്യുമ്പോൾ ഇവിടെ കേട്ട വചനം മറന്നുപോയാൽ എന്ത് സംഭവിക്കും? അടിയിൽ എഴുതിയിട്ടുണ്ട്, അവനെവിടെയാ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യാണ്. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ വിശ്വാസത്തിൽ നിലനിൽക്കണം. സമയക്കുറവുണ്ട് കേട്ടോ, എനിക്കറിയാം. എന്നാലും നാലാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്കൊന്ന് നിർത്തിയേക്കാം അല്ലേ? നാലാമത്തെ ഒരു കാര്യം പറയാം. ബാക്കിയുള്ള വചനങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നല്ല കാര്യങ്ങളാണ് പറഞ്ഞേക്കും. ഇഷ്ടപ്പെട്ടോ? എല്ലാം പറഞ്ഞില്ലെങ്കിലും കുറച്ചൊക്കെ മതിയായിരിക്കും അല്ലേ? അത് മതി. അപ്പൊ നാലാമത്തെ ഒരു കാര്യം കൂടി പറയാം. നാലാമത്തെ കാര്യം ഇതാണ്, ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്നാ ഞാൻ അതിന് ഹെഡിങ് എഴുതിയിരിക്കുന്നത്. അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു, ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ലൂക്കായുടെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായം 24-ാമത്തെ വാക്യം പറയാണ്, അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ അവൻ വരണ്ട സ്ഥലങ്ങളുടെ നടക്കും അല്ലേ? എന്നിട്ട് അവൻ എന്ത് ചെയ്യും? എങ്ങും കേറാൻ രക്ഷയില്ലെന്ന് കാണുമ്പോ എവിടെ വരും? ഇറങ്ങിപ്പോയവന്റെ എന്ന് വെച്ചാൽ മനസ്സിലായോ? ഇവിടെ ഇരുന്ന് വചനവും കേട്ട് ധ്യാനവും കൂടി കുർബാനയും കൂടി അച്ഛന്റെ ബ്ലെസ്സിങ് മേടിച്ചൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അഭിഷേകം നിലനിന്നില്ലെങ്കിൽ എന്ത് പറ്റും? അവൻ തിരിച്ചു വരും. അവൻ തിരിച്ചു വരുമ്പോ എങ്ങനെ വരുമെന്നാ പറഞ്ഞേക്കണത്? തന്നേക്കാൾ, മറിയമ്മ ചേച്ചീനേക്കാൾ, റോസിലി ചേച്ചീനേക്കാൾ, തോമസ് ചേട്ടനേക്കാൾ 7 ശക്തരെയും കൂട്ടി വീട്ടിൽ കയറും. മനസ്സിലായോ? പിന്നെന്തായിരിക്കും അവിടെ? വചനം പറയണ ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ. ആദ്യം വചനം കേൾക്കാൻ വന്നപ്പോൾ ഈ വചനം കൂടി ഞാൻ തുറന്നു പറയാം. ഈ വചനം കേൾക്കാൻ നിങ്ങൾ ആദ്യം ആഗ്രഹിച്ചു വന്നൊരു ദിവസമില്ല ഇവിടെ ഈ കൂടാരത്തിൽ ഇല്ലേ? ആ സ്നേഹം ഉണ്ടോ നിങ്ങൾക്കിപ്പോ? എന്നോട് പറയുമ്പോ നുണ പറയരുത് കേട്ടോ. നുണ പറഞ്ഞാൽ എനിക്ക് അത് കാണാനുള്ള ആത്മീയ ദർശനം ഈശോ തന്നിട്ടുണ്ട്. ആ സ്നേഹം ഉണ്ടോ? പണ്ട് നിങ്ങൾ ബെന്നി അച്ഛനെ കാണുമ്പോ ആ സ്നേഹം ഇപ്പൊ ഉണ്ടോ? ഉറപ്പൊക്കെ പറ. ഉണ്ടോ? ഇല്ല അല്ലേ? അത് ബെന്നി അച്ഛനല്ലേ? പക്ഷെ ആദ്യം ബെന്നി അച്ഛനെ കണ്ടപ്പോ എങ്ങനെയായിരുന്നു? ഇന്ന് ബെന്നി അച്ഛനെ എന്താണ് മിണ്ടാത്തെന്താ? ശരിയാണോ? സൗകര്യപൂർവ്വം ആരെ മറന്നുപോയി? നിങ്ങളെ അനുഗ്രഹിച്ചവരെ നിങ്ങൾ ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെയൊക്കെ അനുഗ്രഹിച്ച എത്രയോ ആൾക്കാരുണ്ടാവും അല്ലേ? ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ആ അപ്പച്ചന്റെ ആ കൈ വെച്ചുള്ള അനുഗ്രഹം ഇല്ലേ? അനേകർക്ക് വിളമ്പിക്കൊടുത്ത ആ അപ്പച്ചനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, അപ്പച്ച എന്റെ തലയിലൊന്ന് വെച്ചിരുന്നു. അപ്പന്റെ ആ അനുഗ്രഹം കിട്ടിയിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മളൊരു കാര്യം ഓർക്കണം, അന്ന് ബെന്നിയച്ചനെ കണ്ടപ്പോ നിങ്ങൾക്ക് ഒരു ആത്മീയമായ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. ഇന്നതുണ്ടോ? സൗകര്യം പോലെ നിങ്ങൾ മറന്നുപോയില്ലേ? വചനം പറയാണ്, ആ അശുദ്ധാത്മാവ് പോയിട്ട് വേറെ 7 പേരെയും കൂടി കൂട്ടിക്കൊണ്ടുവരും. ഈ വചനമെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ആ വചനം കേട്ടുകൊണ്ടിരുന്ന കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റ് പറയുകയാണ്, നിന്നെ പ്രസവിച്ച സ്ത്രീ ഭാഗ്യമുള്ളവർ, നീ പാല് കുടിച്ച ആ വയോധകങ്ങൾ ഭാഗ്യമുള്ളവർ. യേശു പറഞ്ഞു, ഈ വചനമനുസരിക്കുന്നവൻ ഇവരെക്കാൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള തിരുവചനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു തവണയെങ്കിലും ഈ പുസ്തകം ഒന്ന് വായിച്ചു തീർക്കണം. ഞാൻ അഭിമാനപൂർവം നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് നിങ്ങളെക്കാൾ എല്ലാവരേക്കാൾ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ. ഹല്ലേലൂയ. എന്താ കാര്യം? ഒന്നുമല്ലാതിരുന്ന ഇന്നെന്നെ കർത്താവ് പിടിച്ച് ഇവിടെ നിർത്തി. എവിടെ? മനസ്സിലായോ? പൊട്ടക്കിണറ്റിൽ പൊടിയിൽ കിടന്ന കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ ആ സാധനത്തിനെ പിടിച്ച് ഈശോയുടെ കൂടെ നിർത്തി. വചനം പറയാണ്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇത് പോരെ സന്തോഷത്തിന്? പോരെ? സന്തോഷായോ? പോരെ? എന്നാ എഴുന്നേറ്റ് നിന്നു.
സമയമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. എന്ന് എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ആലയം വിട്ടുപോകുമ്പോൾ ഒരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടേക്കണം. ഒരു വചനമെങ്കിലും നിന്റെ ജീവിതത്തിന് വെളിച്ചമായിട്ടുണ്ടാകണം. വചനം പറയുകയാണ്, അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവും. വചനമില്ലാത്തവന് ഇരുട്ടിൽ നടക്കേണ്ടി വരും. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിർദ്ദേശിതമാണ്. ആ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഇന്നൊരു തീരുമാനമെടുക്കണം. ഈ കൂടാരം വിട്ട് ഞാൻ പോകുമ്പോ എന്റെ കർത്താവിനെ കുറിച്ചുള്ള ഒരു തീഷ്ണത എന്നെ ജ്വലിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് 2 കരങ്ങൾ ഉയർത്തി ഞാൻ സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ. ശക്തിയോടെ സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ. പോരാ, അതിനെ തുറന്ന് സ്തുതിക്കട്ടെ. ഈ ആലയത്തിന്റെ 4 ദിക്കുകളിലേക്കും പ്രവേശിക്കട്ടെ. അനേകം 10,000 കോടിക്കണക്കിന് ജനങ്ങള് ഈ ആലയത്തിൽ വന്ന് വചനം കേൾക്കാൻ വചനത്തിന്റെ കവാടം തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന.